താൻ പാർട്ടിയുടെ ആരുമല്ല എന്ന കെ സുധാകരന്റെ പരാമർശത്തിന് പരോക്ഷ മറുപടിയുമായി ഷമാ മുഹമ്മദ്. കോൺഗ്രസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പാർട്ടി വക്താവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഷമാ മുഹമ്മദ് ഫേസ്ബുക്കിൽ പങ്കുവച്ചു. മൈ ഐ ഡി എന്ന തലക്കെട്ടിലാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. സ്ഥാനാർത്ഥി പട്ടികയിലെ സ്ത്രീ പ്രാതിനിധ്യത്തിൽ ഷമ പറഞ്ഞ കാര്യം സത്യം എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. പത്മജ വേണുഗോപാൽ ഷമാ മുഹമ്മദിനെ BJP-യിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. ന്യൂനപക്ഷങ്ങളെയും സ്ത്രീകളെയും പാർട്ടി അവഗണിക്കുന്നു എന്നായിരുന്നു കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദിന്റെ പരാതി. ഇതിനു പിന്നാലെ ഷമാ മുഹമ്മദ് പാർട്ടിയുടെ ആരുമല്ലെന്ന KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രസ്താവനയ്ക്കാണ് ഫേസ്ബുക്കിലൂടെയുള്ള ഷമാ മുഹമ്മദിന്റെ പരോക്ഷ മറുപടി. കോൺഗ്രസ് വക്താവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തിന്റെ സ്ക്രീൻഷോട്ട് മൈ ഐ ഡി എന്ന പേരിലാണ് ഷമാ മുഹമ്മദ് പങ്കുവച്ചത്. കെ സുധാകരൻ പറഞ്ഞത് ആ അർത്ഥത്തിലല്ല എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വിശദീകരണം. ഷമാ മുഹമ്മദുമായി ഫോണിൽ സംസാരിച്ചെന്നും വി ഡി സതീശൻ. പ്രസിഡന്റ് ആ ഉദ്ദേശത്തിലൊന്നല്ല പറഞ്ഞത്. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. അവരിനി ഒരു കാര്യവും അങ്ങനെ പറയില്ല. അവർ പാർട്ടിയുമായിട്ട് പൂർണ്ണമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. ഷമാ മുഹമ്മദ് പാർട്ടിയുടെ അനിവാര്യ ഘടകമെന്ന് KC വേണുഗോപാൽ. അവർക്ക് മതിയായ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കും. അത് സംശയമുണ്ട്. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുപ്പാണ്. കോൺഗ്രസിൽ അവഗണന നേരിടുന്നവരെ BJP-യിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന് പത്മജ വേണുഗോപാൽ. തീർച്ചയായിട്ടും ആർക്കൊക്കെ മനസ്സിന് വിഷമമുണ്ട് അവരൊക്കെ വരും. ഇനി നമ്മൾ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ആരൊക്കെ വരുന്നുണ്ട നിങ്ങൾ കിട്ടും. അപ്പോഴേക്കും നമ്മളൊക്കെ ഒതുങ്ങിപ്പോയിട്ടുണ്ടാവും. കാരണം അതിനേക്കാളും പ്രഭവന്മാരെ വരാൻ പറ്റും. ഷമാ മുഹമ്മദിന്റെ ആരോപണം LDF നേതാക്കളും ഏറ്റെടുത്തിട്ടുണ്ട്. 24 തിരുവനന്തപുരം.